കടുത്ത വേനൽ ചൂടിൽ യൂറോപ്പ് വെന്തുരുകുകയാണ്. 50 വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്ന് ലോക കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ചൂടിനൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ കാട്ടുതീയും വ്യാപകമാവുകയാണ്. ഇതിനു മുമ്പ് 1976 ഇങ്ങനെ ഒരു ചൂട് യൂറോപ്പിൽ അനുഭവപ്പെട്ടതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം വിലയിരുത്തുന്ന കോപ്പർനിക്കസ് പറയുന്നതനുസരിച്ച് സമുദ്രോപരിതലത്തിലെ ഉയർന്ന താപമാണ് ചൂട് ഇത്രയും കൂടാൻ കാരണമെന്ന്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി വരൾച്ച അനുഭവപ്പെട്ടു തുടങ്ങി. ഇത് കാട്ടുതീക്കും വഴിവെക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ യൂറോപ്പിൽ 2 ലക്ഷത്തിലധികം പേർ ചൂടുമൂലമുള്ള മരണത്തിന് ഇരയായി. പകൽ മാത്രമല്ല, രാത്രിയിലും ചൂടാണ്. പ്രായമായവരും രോഗബാധിതരും കുട്ടികളുമാണ് പാതിരാച്ചൂടിൽ പൊറുതിമുട്ടുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഡെൻമാർക്കിലെ കൂടിയ ചൂട് 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. എക്കാലത്തെയും ഉയർന്ന താപനില. സ്വിറ്റ്സർലൻഡിൽ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. താപനിലയുടെ കാര്യത്തിൽ നെതർലാൻഡും ഫ്രാൻസും സ്പെയിനും ഒന്നും പിറകിലല്ല. മെഡിറ്ററേനിയൻ മേഖലയിലാണ് ഇപ്പോൾ ചൂട് കൂടുന്നത്. സമുദ്രോപരിതലത്തിലെ ചൂട് ജൂൺ ജൂലൈ മാസങ്ങൾ ഏറുകയാണ്. കാട്ടുതീയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ മറ്റൊരു ഭീഷണി. ഉഷ്ണതരംഗം യൂറോപ്പിൽ പിടിമുറുക്കാൻ തുടങ്ങിയതോടെ അന്തരീക്ഷം തണുപ്പിക്കാൻ കൃത്രിമ മാർഗങ്ങളും അവലംബിച്ചു തുടങ്ങി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.